സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളിൽ ഒന്നാണ് ഓലൻ. മൈൽഡ് സ്വഭാവമുള്ള ഈ കറി പലതരം പച്ചക്കറികൾ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ടെങ്കിലും കണ്ണൂർ ഭാഗത്തേക്കുള്ള ഓലൻ ഒരു പ്രത്യേകത തന്നെയാണ്. എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ, പുതുവത്സരാശംസകൾ. നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ഓലൻ ഉണ്ടാക്കാൻ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ്. ഏകദേശം 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് തിന്നായിട്ടുള്ള ഓൾമോസ്റ്റ് സ്ക്വയർ ആയിട്ടുള്ള പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അത് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മണ്ണിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പച്ചക്കായാണ്, നേന്ത്രക്കായ്. അതും ഇതേ കനത്തിൽ, ഇളവന്റെ അതേ കനത്തിൽ തന്നെ വട്ടത്തിൽ മുറിച്ചെടുക്കാം നമുക്ക്, തോല് കളഞ്ഞിട്ട്. കായ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഏറെയാണ്. അതുകൊണ്ടാണ് അടികട്ടിയുള്ള പാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞത്. പച്ചക്കായ ഏകദേശം ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് എരിവുള്ള 2 പച്ചമുളകാണ്. ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇലയുടെ വലുപ്പത്തിനനുസരിച്ച് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം. കുമ്പളം നല്ല വാട്ടറി ആയിട്ടുള്ള വെജിറ്റബിൾ ആണ്. അപ്പൊ എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പച്ചക്കായ മാക്സിമം അടിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കായ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് തുറക്കാനുണ്ട്. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ കേട്ടോ, ഓപ്പൺ ചെയ്തിട്ട്. ഇപ്പം പകുതി വേവായപ്പോൾ ഞാനിവിടെ അടപ്പ് തുറന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീളം പയറാണ്. അച്ചിങ്ങ എന്നൊക്കെ പറയൂല്ലേ, അത് നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ സാധാരണ ഇതിൽ ഓലനിൽ ഉപ്പ് ചേർക്കാറില്ല സദ്യക്ക് വിളമ്പുമ്പോൾ. പക്ഷെ നമ്മളിത് വീട്ടിൽ ചോറിന് കൂട്ടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. ഇനി നമുക്കിത് തുറക്കേണ്ടത് കുമ്പളങ്ങ നന്നായി വെന്ത് കിട്ടുമ്പോഴാണ്. ഈ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇതായിപ്പം കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ബാക്കി കഷ്ണങ്ങളും ഇതിന്റെ കൂടെ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് വേവിച്ച വൻപയർ, ഉപ്പ് ചേർത്ത് വേവിച്ച വൻപയർ. അതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് അതിന്റെ സ്റ്റോക്കും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരേ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതിന്റെ രുചികളൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ അടപ്പ് തുറന്നിട്ടുണ്ട്. ആ പച്ചക്കറിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, മസാലയൊന്നും ചേർക്കാതെ ഉള്ള ഒരു തനതായ സ്മെല്ല്, അത് എനിക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കേട്ടോ അത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 മുതൽ 1.5 കപ്പ് വരെ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി, തേങ്ങാപ്പാലൊന്ന് ചൂടാവാൻ വേണ്ടി അടിയിൽ നിന്ന് 2-3 ബബിൾസ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതപ്പോൾ ഓലൻ ലൈറ്റായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ റോ കോക്കനട്ട് ഓയിൽ, പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൺചട്ടി, കൽച്ചട്ടിയൊക്കെ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അടുപ്പത്തുനിന്ന് മാറ്റിക്കോളൂ കേട്ടോ. ചൂട് തങ്ങി നിൽക്കുന്നതുകൊണ്ട് തിളയ്ക്കുന്ന പ്രോസസ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ തേങ്ങാപ്പാൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു പ്രത്യേകതയുള്ള കണ്ണൂർ സ്റ്റൈൽ ഓലൻ കണ്ടു അല്ലേ. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരൂ കേട്ടോ കമൻറ്റിൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആൻഡ് ഹെൽത്തി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.